ഉഗ്രൻ നിങ്ങൾ കണ്ടോ? ഓ വൻ ആവേശം. ചിരിയായിരുന്നു മൊത്തത്തില്. ആക്ഷൻ പാക്ഡ്. മമ്മൂട്ടിയുടെ രാജമാണിക്കൊക്കെ പോലെ ഫഹദ്ക്ക അഴിഞ്ഞാടുവാണ് ഇതിൻ്റെ അത്. നല്ല പടം എല്ലാരും വന്ന് കണ്ടോ, അടിച്ചോടിച്ച് കാണാം. ഫഹദ്ക്കയുടെ കാര്യം പറയുവാണെങ്കിൽ ഇതുവരെ ചെയ്യാത്തൊരു സംഭവം. നമ്മളെ ഫഹദ്ക്കയുടെ മീൻസ് മമ്മൂട്ടിയുടെ രാജമാണിക്കൊക്കെ പോലെ ഫഹദ്ക്ക അഴിഞ്ഞാടുവാണ് ഇതിൻ്റെ അത്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അടിപൊളി പടം, എല്ലാരും പോയി കാണാം. അടിപൊളി സൂപ്പർ കോമഡി. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണുക. പടം അടിപൊളിയായിരുന്നു. സീനാണ്. എല്ലാരും അടിപൊളി. നല്ല പടം എല്ലാരും വന്ന് കണ്ടോ, അടിച്ചോടിച്ച് കാണാം. പടം ആവേശം തന്നെ. അടിപൊളി എല്ലാം അടിപൊളിയാണ്. മ്യൂസിക്, കോസ്റ്റ്യൂം, എല്ലാ പരിപാടിയും. ക്യാരക്ടർ അടിപൊളിയാണ്. പുള്ളിയുടെ ക്യാരക്ടർ നമുക്ക് രംഗണ്ണന്റെ ഫാനായി. ഉഗ്രൻ നിങ്ങൾ കണ്ടോ? ഓ വൻ ആവേശം. നിങ്ങൾ കണ്ടായിരുന്നോ? കേറ്. ഓ സൂപ്പർ. ഡിഫറെന്റ് പരിപാടിയാണെന്നാ കേട്ടത്. കാണാൻ പോയിട്ട് നിന്ന് കൊള്ളിക്കാന്നുള്ള അറിഞ്ഞു. ചിരിയായിരുന്നു മൊത്തത്തില്. ആക്ഷൻ പാക്ഡ്. ആക്ഷൻ രക്ഷയില്ലെന്നുള്ള കേട്ടത്. എല്ലാരും പൊളിച്ചിട്ടുണ്ട്. വന്നോ? വന്നിട്ടുണ്ടോ? ആവേശാവുന്നുണ്ടെന്ന് തോന്നുന്നു. ആവട്ടെ. ആവേശം തരുന്ന പടം, അങ്ങനെ വേണം പറയാം. ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് ഒന്നിനൊന്ന് മെച്ചാ. അതായത് ഓരോ സീനും ഒന്നിനൊന്ന് മെച്ചം. പടത്തിൽ മുഴുവൻ നിൽക്കുന്നത് മറ്റേ ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഹാപ്പിയാവും, എല്ലാവരും ഹാപ്പിയാവും കണ്ടു കഴിഞ്ഞാൽ. നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ കണ്ടു നോക്കും, അപ്പോൾ ഹാപ്പിയാവും. കിടിലമാണ്, അടിപൊളിയായിട്ടുണ്ട്. ആക്ഷൻ, കോമഡി, ത്രില്ലറാണ്. എല്ലാം കൊണ്ടും ഫഹദ് ഫാസിലിന്റെ ഒരു വിളയാട്ടമാണ് പടം. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. മോനെ പടം കൊള്ളാം, സൂപ്പർ പടം. ഫഹദ് ഫാസിലിനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു രീതിയിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഫഹദ് ഫാസിൽ അറിഞ്ഞ് തന്നെ അർമാദിച്ചിട്ടുണ്ട്. അതായത് രോമാഞ്ചത്തിൻ്റെ ഒരു കച്ചനടക്കം വരും. കളർഫുൾ ഐറ്റം. സുഷീന്റെ ബീജും ഒരു രക്ഷയില്ല. പടം പോയി കാണാം, അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാം. പിന്നെ നമ്മുടെ ക്രൂ ഒക്കെ ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ എന്തായാലും വേറെ തിയേറ്ററിലൊക്കെ ഒന്ന് പോയി നോക്കാം. എല്ലാവരും പടം കാണാൻ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ അഭിനയിച്ച പടം. അപ്പോൾ നമ്മളെങ്ങനെ അഭിപ്രായം പറയണ്ട, നിങ്ങളാണ് കണ്ടിട്ട് അഭിപ്രായം പറയണ്ട. ഞങ്ങൾ ഓൾറെഡി ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ പോർഷൻസ് കണ്ടായിരുന്നു. പക്ഷേ ഓഡിയൻസുമായിട്ടിരുന്ന് കണ്ടപ്പോൾ അടിപൊളി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ റോളായിരുന്നു. അപ്പോൾ ഞാനിവിടെ FDFS കാണാൻ വരാറുള്ള തിയേറ്ററിൽ. അപ്പോൾ നമ്മൾ അഭിനയിച്ചൊരു പടം കാണാൻ വന്നപ്പോൾ കുറച്ചുകൂടെ സന്തോഷമായി. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഡയറക്ടറാണ്. എനിക്ക് അതുകൊണ്ട് മൈ എക്സ്പീരിയൻസ് റിയലി ഗുഡ്.
ഈ പടം ഒരു അടുത്തൊരു 100 കോടി അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് പോകുന്നു വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊന്നും പറയില്ല പക്ഷേ പിന്നെ ഡെഫിനറ്റ്ലി എന്തായാലും മീൻസ് എല്ലാവരും പോയി കാണണം. എവറിബഡി ഗോ വാച്ച്. അടിപൊളിയായിരുന്നു. സീൻ സെറ്റായിരുന്നു, വേറെ ലെവലായിരുന്നു അഭിനയിച്ചിരുന്നത്. എല്ലാ പടങ്ങളും ഇല്ലേ? എല്ലാ പടം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി പടം. തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കോമഡി ആക്ഷൻ ഫെസ്റ്റിവലിൽ കാണാൻ പറ്റിയ പടം. സന്തോഷമായിട്ടിരുന്ന് കാണാൻ പറ്റും. വമ്പൻ ഫ്രഷ് ആയിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളി ഫൈറ്റ് കോറിയോഗ്രാഫി എല്ലാം, കളർ പടം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം.